പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വന്ന എല്ലാ ഫോൺ കോളുകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം എന്തുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി കൊടുത്തില്ല അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പലരോടും ഞാൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിരുന്നു. പറയാൻ കാരണം നമ്മുടെ ലീഗൽ അഡ്വൈസർ ആ കോടതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്ന് പറയുന്നത് അസാധാരണങ്ങളിൽ അസാധാരണമെന്നോ അതിനൊക്കെ അപ്പുറത്തൊരു അസാധാരണം ഉണ്ടെങ്കിൽ അതാണെന്ന് വേണം പറയാൻ. രാജ്യത്തെ പരമോന്നത കോടതികൾ ഉൾപ്പെടെ ഈവൻ 8/1/2026 ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ചില സമാനമായ കേസുകളിൽ ഉണ്ടാക്കിയ വിധികളൊന്നും തന്നെ തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലായിരുന്നു GPയുടെ പ്രകടനം. തിരുവല്ല കോടതിയിലായാലും പത്തനംതിട്ട കോടതിയിലായാലും തിരുവനന്തപുരത്തെ കോടതിയിലാണെങ്കിലും മറിച്ച് ഹൈക്കോടതിയിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കോടതിയിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു CPM അനുഭവവും പഴയ SFIയുടെ ചൂടാർന്ന ഒരു നേതാവുമാണ്. അപ്പോൾ കോൺഗ്രസ് നേതാവിന് ജാമ്യം കൊടുക്കരുതെന്ന് അവർ നഖശിഖാന്തം എതിർക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ പത്തനംതിട്ടയിലെ GPക്ക് എന്തു പറ്റി എന്നുള്ളതാണ് ചോദ്യം. ചോദ്യങ്ങളല്ല, ഉത്തരങ്ങൾ അങ്ങോട്ട് കൊടുത്തപ്പോഴുണ്ടായ ബുദ്ധിമുട്ടാണ് ഇതിലെല്ലാം സംഭവിച്ചത്. ഈ പാതിഭാഗം പറഞ്ഞ പല കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യുവാൻ കോടതിക്കോ അത് കേട്ടുകൊണ്ട് നിവർക്കോ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു കോടതിയിൽ ഈ വാദിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് GP പറഞ്ഞുകൊണ്ടിരുന്നത്. അസാധാരണവും വിവരണാധീനവും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സംഭവം. ഒരാൾ റൂമെടുക്കുന്നു, അമ്മയുടെ മൊബൈലിൽ കണ്ട് പരിചയപ്പെട്ട യുവാവിനെ അമ്മയുടെ മൊബൈലിലൂടെ അമ്മ ആരാധിക്കുന്ന യുവ നേതാവിൻ്റെ മൊബൈൽ നമ്പർ തപ്പിയെടുത്ത് അവനോട് ചാറ്റ് ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, റൂമെടുക്കുന്നു, അവനെ കാത്തിരിക്കുന്നു, അവനുമായി സംസാരിക്കുന്നു. അവിടെ മറ്റെന്തൊക്കെയോ നടന്നു, അവൻ തിരിച്ചു പോകുന്നു. അതിനുശേഷം അവനെ പിന്തുടരുന്നു. ഏറ്റവും അവസാനം സ്വന്തം താലി കെട്ടിയ ഭർത്താവിൻ്റെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ നിന്നോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റും, നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയെത്തുന്നു. ഇതൊക്കെ ഉണ്ടായതിനു ശേഷം പരാതി കൊടുക്കുന്നു. ഈ പരാതിയെപ്പറ്റിയാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. ലോകത്ത് ഇന്ന് വരെ ഒരു പെണ്ണും ബലാത്സംഗത്തിന് വേണ്ടി റൂം എടുത്ത് കാത്തിരുന്നിട്ടില്ല എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമായെങ്കിലും GPക്കും GPയെ നിയമിച്ച സർക്കാരിന് മനസ്സിലായില്ല. അതാണ് ഇന്നും കഴിഞ്ഞ ദിവസവും ജാമ്യം കിട്ടാതിരിക്കാനുള്ള കാരണം. ഈ കേസിൻ്റെ വിവിധ തലങ്ങളിലുള്ള തെളിവുകൾ ഹാജരാക്കിയപ്പോൾ വിവിധ കോടതികളുടെ വിധിന്യായങ്ങൾ അജിത് കുമാർ രാഹുലിന് വേണ്ടി ഹാജരാക്കി. കൂട്ടത്തിൽ ചില വോയിസ് ക്ലിപ്പുകളും ഫെനി നൈനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ വളരെ അടുത്ത സമയത്ത് 2025 നവംബറിൽ പോലും കോൺടാക്ട് ചെയ്യുകയും രാഹുലിനോട് സംസാരിക്കാൻ വേണ്ടി ഫ്ലാറ്റിലായാലും പുറത്തായാലും 3 മണിക്കൂർ സമയം വേണം, അതിന് സമയമെടുത്ത് തരണമെന്നൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഈ പറഞ്ഞ വാദിഭാഗത്തിൻ്റെ മൂടപ്പെടുകയാണ് ചെയ്തത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ സംസ്ഥാനത്തെ ഒരു MLA ആണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ MLAയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നും അയാൾ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കണം എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ വാദഗതിയായിട്ട് മുമ്പോട്ട് വന്നത്. തെളിവുകൾ ഹാജരാക്കി ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞെങ്കിലും ജാമ്യം കിട്ടും എന്ന് പ്രതിഭാഗവും വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഉടനെ GP പറയുകയാണ് ഈ വോയിസ് ക്ലിപ്പുകളുടെ ആധികാരികത പരിശോധിക്കണമെന്ന്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലെ വോയിസ് ക്ലിപ്പുകളോ മറ്റുള്ള കാര്യങ്ങളിലെ ആധികാരിക പരിശോധിക്കുന്നതെന്ന് പറയുന്നത് വിചാരണ നടക്കുന്ന സമയത്ത് വിചാരണ കോടതി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ GPക്ക് തന്നെ അറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആധികാരികത ഇപ്പോഴേ പരിശോധിക്കാൻ വിട്ടാൽ കുറച്ച് ദിവസം കൂടി 25 അവധിയാണ്, 26 അവധിയാണ്, 27-ാം തീയതി 28-ാം തീയതി 3-4 ദിവസം കൂടി അവൻ അകത്ത് കിടക്കട്ടെ എന്നുള്ള മോളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ പുറത്തുള്ള തടസ്സമായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസിൽ ജാമ്യം പറയാൻ കാരണമാകാതിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് കേസിൻ്റെയും ഇത്തരം കസ്റ്റഡിയിലുള്ള പ്രതി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്ന പ്രതി അതിന് അനുകൂലമാണോ, ആ ജാമ്യത്തിന് അർഹനാണോ എന്നൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞാൽ വാദിയും പ്രതിയും കോടതി അത് മാത്രം നോക്കിയാൽ മതി. ഒരാളിന് എങ്ങനെ ജാമ്യം കൊടുത്ത് അയാളെ തടവിൽ വെക്കുക എന്നുള്ളത് നമ്മുടെ നിയമസംഹിതയിലില്ല. അയാളെ ഫ്രീ ബേഡായി വിടുകയും അയാളിൽ നിന്ന് ഒരു തെളിവും എടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ കസ്റ്റഡിയിൽ കിടക്കുന്ന ആൾ തെളിവുകളെല്ലാം തന്നെയുള്ള മൊബൈൽ അവരുടെ കയ്യിലിരിക്കുന്ന സമയത്ത് SITയുടെ കയ്യിലിരിക്കുന്ന സമയത്ത് എന്തിന് ഇങ്ങനെ ഒരു കൊടും ചതി ഈ ചെറുപ്പക്കാരനോട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് കണ്ട് ആത്മാർത്ഥമായി ചിരിക്കുന്ന കോൺഗ്രസ്സുകാരും ഉണ്ട് ഈ കൂട്ടത്തിൽ എന്നുള്ളതാണ് സത്യമായ കാര്യം. ഇത്രയൊക്കെ ആയി സമൂഹം മുഴുവൻ
ഈ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുമ്പോഴും ഇയാളെ എന്തിന് അവഹേളിക്കുന്നു, ഇയാളെ അപമാനിക്കുന്നു എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ സർക്കാരും ഈ പരാതിക്കാരിയും ഒക്കെ സമാധാനം പറയേണ്ടി വരും. ഈ കേസിൻ്റെ FIR എടുത്തുകൊണ്ട്, FIRൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തുകൊണ്ട് നേരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രാഹുൽ പോയി ഈ FIR കോഷ് ചെയ്യാൻ പറഞ്ഞാൽ, റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, ഞാൻ ഉറപ്പായി പറയുന്നു മണിക്കൂർ വെച്ച് ആ കേസ് റദ്ദ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഒന്നാമത്തെ കേസും. രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പരാതിക്കാരിയേ ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ കേസുകളൊക്കെ തന്നെ തിരിഞ്ഞു കുത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ആ സമയത്തും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പാലക്കാട്ട് മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ മുതുക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് 28-ാം തീയതി ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 8/1/2026 ഡൽഹി ഹൈക്കോടതി സമാനമായ രീതിയിൽ പരസ്പര സമ്മതപ്രകാരം ജീവിക്കുകയും ഒന്നിച്ച് കിടക്കുകയും കിടക്ക് പങ്കിടുകയും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും കറങ്ങടക്കുകയൊക്കെ ചെയ്തതിന് ശേഷം, തങ്ങളിൽ തെറ്റിയതിന് ശേഷം ഒരുത്തിനെ പ്രതിയാക്കിക്കൊണ്ട് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കൊടുത്ത സമാന രീതിയിലുള്ള FIR-ൽ, അത് ഇമെയിലൊന്നും അല്ലായിരുന്നു, അതിന് മൊഴിയെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത FIR റദ്ദ് ചെയ്തിട്ടുണ്ട്. അതുപോലും കോടതി പരിഗണിച്ചില്ല. അല്ലെങ്കിൽ അതുപോലും GP മനസ്സിൽ അറിഞ്ഞോ അറിയാതെ ഇതൊന്നും നോക്കാനുള്ള സമയം അദ്ദേഹത്തിനില്ലായിരിക്കും. എന്തായാലും അയാൾ എതിർക്കുകയാണ് ചെയ്തത്. അതായത് ഇത്രയേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞ് കുട്ടിയുണ്ടായി, കുഞ്ഞുണ്ടായതിന് ശേഷം ഇടുന്ന പേര് കുഞ്ഞുണ്ടാവാൻ പോകുന്നതിന് മുമ്പ് ഇടുന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന കാര്യങ്ങൾ. എന്ന് വെച്ചാൽ വിചാരണ സമയത്ത് വിചാരണ കോടതികളാണ് തെളിവുകൾ പരിശോധിക്കുന്നത്. ജാമ്യം കൊടുക്കുന്ന കോടതിയും ജാമ്യത്തിന് എതിർക്കുന്ന വക്കീലും ജാമ്യത്തിനെ അനുകൂലിക്കാൻ പോകുന്ന വക്കീലും ജാമ്യത്തിന് അർഹനാണോ എന്നുള്ള കാര്യം കോടതി മാത്രം നോക്കിയാൽ മതി. അത് മാത്രം കോടതി നോക്കാവൂ. അല്ലാതെ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള ഇത്തരം പിമ്പുകൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സർക്കാർ ഭാഗം വക്കീലുകളായി വരുന്നത് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനല്ല, ഏതൊരു പൗരനും അവൻ്റെ സ്വൈര്യ ജീവിതത്തിനും അവൻ്റെ സ്വതന്ത്ര യാത്രയ്ക്കുമുള്ള പരിഹാരത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.